പ്രൈസ് ലോർഡ്. അധ്യക്ഷനും ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നിങ്ങളേവരുടെയും അനുഗ്രഹാശംസകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഒരു അമാവാസി രാത്രിയിൽ അന്ധകാരത്തിൻ്റെ 1000 രാവുകൾ താണ്ഡവമാടുമ്പോൾ, സ്നേഹമുള്ളവരെ, എന്തൊരു മഴയല്ലേ! ഈ കൂരിരുട്ടിൽ തുള്ളിക്കൊരുകിടം കണക്കെ പെയ്തിറങ്ങുന്ന മഴത്തുള്ളിയെ ഗവനിക്കാതെ, അന്ധകാരത്തെ കീറിമുറിച്ച് കടന്നു പോകുന്ന മിന്നൽ പിണറിനെ ഗവനിക്കാതെ, ആരോഗ്യവാനായ ഒരു മധ്യവയസ്കൻ അതാ നടന്നു നീങ്ങുകയാണ്. അയാൾ നീങ്ങുന്നത് ഒരു ശവക്കളറുടെ അടുക്കലേക്കാണ്. അയാളുടെ കണ്ണുനിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. അയാൾ ആ ശവക്കല്ലറെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പാപിയാണ് ഞാൻ, മഹാപാപിയാണ് ഞാൻ, മാപ്പ് തരൂ, ഈ പാപിക്ക് മാപ്പ് തരൂ. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ദൈവപുത്രൻ മാനവകുലത്തിന് നൽകിയ സ്നേഹത്തിന് മാത്രം ഉച്ചത്തിൽ പ്രകാശിച്ചുകൊണ്ട് അയാൾ നടന്നു നീങ്ങുകയാണ്. നവ്യമായൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിതാ നൽകുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാനെന്ന പോൽ, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാനെന്ന പോൽ. ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് മുന്തിരിത്തോപ്പ്. എത്ര മനോഹരമായിരിക്കുന്നു ആ മുന്തിരിത്തോപ്പ് കാണുവാൻ. കറുത്തിരുണ്ടുരുണ്ട് പഴുത്ത് പാകമായിരിക്കുന്ന മുന്തിരിക്കുലകൾ സൂര്യന്റെ കിരണമേറ്റ് വെട്ടിത്തിളങ്ങുകയാണ്. ഇവയുടെ സൗന്ദര്യം വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. തോട്ടം, മുന്തിരിത്തോട്ടം, തോട്ടം, മുന്തിരിത്തോട്ടം, സമൃദ്ധ മുന്തിരിത്തോട്ടം, എത്ര മനോഹര തോട്ടം, തോട്ടം, സമൃദ്ധ മുന്തിരിത്തോട്ടം, തോട്ടം, മുന്തിരിത്തോട്ടം. ഈ തോട്ടത്തിന്റെ തൊട്ടെതിർവശത്തായി അംബരചുംബമായ ഒരു സൗധം. അത് അഹാബ് രാജാവിന്റെ കൊട്ടാരമാണ്. ഒരു സായം സന്ധ്യയിൽ അഹാബ് രാജാവ് മട്ടുപ്പാവിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വർഷസുന്ദരമായ ആ മനോഹരമായ നാബോത്തിന്റെ മുന്തിരിത്തോപ്പ് ആ കണ്ണുകളിൽ കുടുങ്ങിയത്. അയാൾ പറഞ്ഞു, എത്ര മനോഹരമായിരിക്കുന്ന ആ മുന്തിരിത്തോപ്പ് കാണുവാൻ. എൻ്റെ മുന്തിരിത്തോപ്പ് പോലും അതിനു മുന്നിൽ ഒന്നുമല്ല. എങ്ങനെയെങ്കിലും എനിക്കത് സ്വന്തമാക്കണം, സ്വന്തമാക്കിയേ പറ്റൂ എന്ന ദൃഢപ്രതിജ്ഞ എടുത്തു. ആ രാത്രിയിൽ ഉറങ്ങുവാൻ കിടന്ന അഹാബ് രാജാവിന്റെ മനസ്സിൽ നാബോത്തിന്റെ മനോഹരമായിരുന്ന മുന്തിരിത്തോപ്പിന്റെ കാഴ്ചകളാണ്. നേരം പ്രഭാതമായി. ആരിവിടെ? നാബോത്തിനിവിടെ നമുക്ക് മുന്നിൽ ഹാജരാക്കൂ. ഭൃത്യൻ നടന്നുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ നാബോത്ത് രാജസന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു. രാജാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നാബോത്ത്, ആ മുന്തിരിത്തോപ്പ് നിന്റേതാണോ? വളരെ മനോഹരമായിരിക്കുന്നു അത് കാണുവാൻ. നാബോത്ത് അഭിമാനത്തോടുകൂടെ പറഞ്ഞു, അതെ, അത് എന്റേതാണ്. അത് എനിക്ക് തന്നേക്കൂ. അതിന് പ്രതിഫലമായി എൻ്റെ മുന്തിരിത്തോപ്പ് നൽകാം, അല്ലെങ്കിൽ അതിന് പ്രതിഫലം നൽകാം. ഈ വാക്കുകൾ കേട്ട് വളരെ വിഷമിച്ച് നാബോത്ത് പറഞ്ഞു, ഇല്ല പ്രഭു, അത് മാത്രം എന്നോട് ചോദിക്കരുത്. എൻ്റെ പൂർവികർ എനിക്ക് അവകാശമായി തന്ന മുന്തിരിത്തോപ്പാണ് അത്. ഞാനത് തരില്ല. പൂർവികർ തന്ന മുന്തിരിത്തോട്ടം, ജീവന്റെ ജീവനാം ചക്രവർത്തി, എന്തു വന്നാലും ആരെതിർത്താലും ഇല്ല തരില്ലീ തോട്ടം. എന്ത്, നീ തരില്ലേ? രാജാവത് ആശിച്ചുവെങ്കിൽ കടന്നു പോകൂ. വളരെ വിഷമിച്ച് നാബോത്ത് കൊട്ടാരത്തിൽ നിന്നിറങ്ങി. ആ രാത്രി അഹാബ് രാജാവ് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. അയാൾ ഉറപ്പിച്ചു, എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കണമെന്ന്. അല്ലെങ്കിലും മറ്റുള്ളവന്റെ ഏക വിലപ്പെട്ട സ്വത്തായിരിക്കുമല്ലോ തട്ടിയെടുക്കണമെന്ന് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. സ്വാർത്ഥതയുടെ നുരകിപ്പൊന്തിയ ചിന്തകളാൽ അയാളുടെ മനസ്സിൽ ദുരാഗ്രഹത്തിന്റെ 1000 വിത്തുകൾ പാകി. കിടക്കയിൽ അസ്വസ്ഥനായിരിക്കുന്ന ഭർത്താവിനെ കണ്ട് ഭാര്യ ചോദിച്ചു, പ്രഭു, അങ്ങക്ക് എന്താണ് പറ്റിയത്? വർഷങ്ങളായി അങ്ങയുടെ മുഖത്ത് സന്തോഷത്തിന്റെ വെൺഛായ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഈ മുഖത്ത് ദുഃഖത്തിന്റെ കാർമേഘം പടർന്ന് തിങ്ങി നിറയുന്നത് ഞാൻ ആദ്യമായി കാണുന്നു. എന്തുണ്ടെങ്കിലും അങ്ങ് എന്നോട് പറയൂ. ഇല്ല, ഒന്നുമില്ല. കള്ളം, പച്ച കള്ളമാണ് പറയുന്നത്. വർഷങ്ങളായി അങ്ങയുടെ സുഖത്തിലും സന്തോഷത്തിലും ഒന്നുപോലെ പങ്കുകൊണ്ടവളാണ് ഈ ഞാൻ. എന്തുണ്ടെങ്കിലും അങ്ങ് എന്നോട് പറയൂ. ഗത്യന്തരമില്ലാതെ എല്ലാ കാര്യവും വിവരിച്ചു കൊടുത്തു. അപ്പോൾ നാബോത്തിനെ വധിക്കാനുള്ള ചില തീരുമാനങ്ങളും അയാൾ അറിയിച്ചു. പാടില്ല, അങ്ങനെ ചെയ്യുവാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഈ രാജ്യം അങ്ങേക്കെതിരാവും. പിന്നെ ഞാൻ എന്ത് ചെയ്യും?
അതിനുള്ള ഉപായം അവൾ തന്നെ പറഞ്ഞു കൊടുത്തു. നാബോത്ത് ദൈവത്തിനും രാജാവിനും എതിരായി ദൂഷണം പറഞ്ഞു എന്ന കാര്യം നാട് നീളെ പ്രചരിപ്പിക്കുക. ഇത് കേൾക്കുമ്പോൾ അവന് ജനങ്ങൾ തന്നെ കല്ലെറിഞ്ഞു കൊന്നുകളയും. ഭാര്യയുടെ ബുദ്ധിസാമർഥ്യം കണ്ട് അയാൾ അത്യധികം സന്തോഷിച്ചു. ഭാര്യയെ വാരിപ്പുണർന്ന് ശിരസിലും കവിളിലും 1000 ചുംബനങ്ങൾ അർപ്പിച്ചു. നേരം പ്രഭാതമായി. രാജകൽപ്പന നാട് നീളെ പ്രചരണം ചെയ്യിപ്പിച്ചു. നാബോത്ത് ദൈവത്തിനും രാജാവിനും എതിരായി ദൂഷണം പറഞ്ഞുവെന്ന്. സ്നേഹമുള്ളവരെ, കേട്ടവർ നാബോത്തിന്റെ കുടിലേക്ക് ഓടുവാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ വൻ ജനാവലിയുണ്ടായി. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ കല്ലെറിഞ്ഞു കൊല്ലുക, അവനെ കല്ലെറിഞ്ഞു കൊല്ലുക, അവനെ കല്ലെറിഞ്ഞു കൊല്ലുക. സ്നേഹമുള്ളവരെ, പേടിച്ച് അവനൊരു മാൻപേടയെ പോലെ ആ മനുഷ്യൻ കുടിലിനുള്ളിൽ പതുങ്ങിയിരുന്നു. പെട്ടെന്ന് ആരോ ഒരാൾ കുടിലിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കടന്നു. ഒരു മൃഗത്തെ എന്നവണ്ണം ആ മനുഷ്യനെ വലിച്ചിഴച്ച് കൊട്ടാരവാതികൾ കരിങ്കൽ തുണിൽ ബന്ധിച്ചു. രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല എന്നറിഞ്ഞ നാബോത്ത് ഇരുകരങ്ങളും ഉയർത്തി തന്റെ സ്വർഗസ്ഥനായ പിതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിടയുന്ന ഹൃദയം, നീറും മനസ്സുമായി നിൽക്കുന്നു വിനാശങ്ങൾ മുന്നിൽ. നിറകാഴ്ചകളോടങ്ങി പുഷ്പങ്ങൾ കൊണ്ട് ഒരുക്കുന്നു ഞാനൊരു ഹാരം. സ്വീകരിക്കൂ, സ്വീകരിക്കൂ, സ്വീകരിക്കൂ പിതാവേ. ഒന്നും അറിയാത്തവനെ പോലെ അഹാബ് രാജാവ് മട്ടുപ്പാവിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. ഒരു പുച്ഛഭാവത്തോടു കൂടി ചോദിച്ചു, നാബോത്ത്, അവർ നിന്നിൽ ആരോപിക്കുന്ന കുറ്റം നീ ചെയ്തതാണോ? നാബോത്ത് പറഞ്ഞു, ഇല്ല പ്രഭു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങയ്ക്കും ദൈവത്തിനുമെതിരെ എന്റെ നാവ് ചലിച്ചിട്ടുകൂടെയില്ല. വിധി നടപ്പാക്കാനുള്ള പൂർണ്ണാവകാശം ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്നു. സ്നേഹമുള്ളവരെ, കേൾക്കേണ്ട താമസം. പാറ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി പായുവാൻ തുടങ്ങി. നാബോത്തിന്റെ ശരീരത്തിന്റെ മാംസ കഷ്ണങ്ങൾ വഹിച്ചുകൊണ്ട് പാറ കഷ്ണങ്ങൾ പാഞ്ഞു. പെട്ടെന്നൊരു കല്ല് ആ ശിരസിൽ പതിച്ചു. അമ്മേ! ആ ശിരസ് വിണ്ടു കയറി. രക്തം 4 ഭാഗത്തും ചിതറി. തലച്ചോറ് പുറത്തേക്ക് തെറിച്ചുപോയി. സ്നേഹമുള്ളവരെ, നീതിമാനായ നാബോത്തിന്റെ ആ ശരീരത്തിന്റെ രക്തം ആ കരിങ്കൽ തൂണിന് ചുറ്റും തളം കെട്ടി. ചുടുനിണമൊഴുകി ഭൂമിയിൽ പ്രപഞ്ചമാകെ നടുങ്ങി. വഞ്ചനയിലൂടെ, കുടൽ തന്ത്രങ്ങളിലൂടെ സാൻ സ്വന്തമാക്കിയെടുത്ത മനോഹരമായ മുന്തിരിത്തോപ്പ് കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടി ഭാര്യയുടെ കരവും പിടിച്ചു അവർ ആ മുന്തിരിത്തോപ്പിലൂടെ നടന്നു. അവർ ഇരുവരും ഒരു കൽപ്പടവിലിരുന്നു. ഭാര്യ പറഞ്ഞു, നീന്തൽ കുളങ്ങൾ വേണം ഇവിടെ, രമ്യഹർമ്മ്യങ്ങൾ വേണം. നീന്തൽ കുളങ്ങൾ വേണം ഇവിടെ, രമ്യഹർമ്മ്യങ്ങൾ വേണം. അതെ, നീന്തൽ കുളങ്ങളും രമ്യഹർമ്മ്യങ്ങളും വേണം. അവർ ഇരുവരും അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവ്യ പ്രകാശം അവരുടെ മുന്നിൽ പതിച്ചു. അവർ ഭയന്ന് 4 പാടും നോക്കി. അവരൊരു ശബ്ദം കേട്ടു, അഹാബേ, നീ ദൈവപ്രമാണം ലംഘിച്ചിരിക്കുന്നു. നാബോത്തിന്റെ രക്തം ഒഴുകിയിറങ്ങിയ അതേ സ്ഥലത്ത് വെച്ച് നിന്റെ രക്തവും ചിതറപ്പെടും. നിന്റെ ശവശരീരത്തിന് വേണ്ടി നായ്ക്കളും കഴുകന്മാരും കടുപിടി കൂടും. ഈ ശബ്ദമെല്ലാം അയാൾക്ക് ആശ്ചര്യമായി മാറി. അയാൾ അലറി, നിർത്ത്! അയാൾ ഓടിക്കൊട്ടാരത്തിൽ കയറി ചെങ്കോലും കിരീടവും വലിച്ചെറിഞ്ഞ് പകരം ചാക്കുകൊണ്ടുള്ളൊരു വസ്ത്രം ധരിച്ച് ഒരു സാധാരണ മനുഷ്യനായി അതാ നടന്നു വരികയാണ്. അന്ന് ആ മിന്നൽ പിണറിന്റെ ആരവാരത്തിൽ നാം കണ്ട കല്ലറ നാബോത്തിൻ്റെതായിരുന്നു. ആ ശവക്കല്ലറ കെട്ടിപ്പിടിച്ചുകൊണ്ട്, പാപിയാണ് ഞാൻ, മഹാപാപിയാണ് ഞാൻ, മാപ്പ് തരൂ, ഈ പാപിക്ക് മാപ്പ് തരൂ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അഹാബ് രാജാവാണ്. അയാൾ പാടിയ സ്നേഹത്തിന്റെ മന്ത്രം ഇന്നും പ്രതിധ്വനിക്കുകയാണ്. നവ്യമായൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിതാ നൽകുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാനെന്ന പോൽ. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാനെന്ന പോൽ. ഈ സ്നേഹത്തിന്റെ മന്ത്രം നിങ്ങളെ സ്വാർത്ഥതയുടെയും ദുരാഗ്രഹത്തിന്റെയും വഞ്ചനയുടെ മൂടുപടങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ കഥ ഇവിടെ പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.